ഒരു വെൽത്ത് മൈൻഡ് സെറ്റ് എങ്ങനെ ഉണ്ടാക്കാം, കൂടുതൽ പണം നമ്മുടെ ലൈഫിലേക്ക് എങ്ങനെ ആകർഷിക്കണമെന്നൊക്കെ നിങ്ങളെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. പണത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റിയ ഒരൊറ്റ കാര്യമാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം. ഈ ആശയം മനസ്സിലാക്കിയാൽ മാത്രം മതി, പിന്നെ നിങ്ങളുടെ ലൈഫ് മാറും. നിങ്ങളൊരു കാര്യം ചെയ്യണം. പണത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളായി സങ്കല്പിക്കുക. നിങ്ങൾ ശരിക്കും സ്നേഹിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ പാർട്ട്ണറെ പോലെ. ഇനി പണവുമായി നിങ്ങൾക്കുള്ള ബന്ധം എങ്ങനെയാണെന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങൾ പണത്തോട് പെരുമാറുന്നത് പോലെ പെരുമാറിയാൽ അവരുടെ പ്രതികരണം എന്തായിരിക്കും? ഇനി ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കട്ടെ. പണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പണം എനിക്ക് സന്തോഷം തരുന്നില്ല. നിങ്ങളുടെ പങ്കാളിയോട് അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി? അല്ലെങ്കിൽ പണം എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യമല്ല എങ്കിൽ അവർ എത്ര നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും? പണത്തെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല, അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ഇത് നിങ്ങളുടെ പാർട്ട്ണറോട് എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. ഇനി നമുക്കിതിൽ വലിയൊരു കാര്യം നോക്കാം. പണം ഒരു ദുഷ്ടശക്തിയാണ്. ഈ ഒരു ചിന്ത എത്ര പേരുടെ മനസ്സിലുണ്ട്? അതുപോലെ പണക്കാർ കള്ളന്മാരാണ്, മോഷ്ടിക്കും എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പങ്കാളി സത്യസന്ധനല്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അല്ലെങ്കിൽ പണം നേടാൻ ഞാൻ അർഹനല്ല എന്നോ പണമുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നോ നിങ്ങൾ സ്വയം പറയുമ്പോൾ നിങ്ങളുടെ പണവുമായിട്ടുള്ള ബന്ധം മോശമാവുകയാണ്. ഈ നെഗറ്റീവ് ചിന്തകളൊന്നും നിങ്ങളുടെ വളർച്ചയ്ക്ക് നല്ലതല്ല. ഇതിൽ രസകരമായ കാര്യം ഇതാണ്. ഒരുപക്ഷെ നിങ്ങളിതിൽ ഒരൊറ്റ കാര്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടാവൂ, എല്ലാം പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അത് മതി. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇതാണ്: പണം വരും, പോകും, വീണ്ടും വരും, വീണ്ടും പോകും. ഇതൊരിക്കലും നിൽക്കാത്ത ഒരു റോളർ കോസ്റ്റർ പോലെയാണ്. പണവുമായിട്ടുള്ള ബന്ധം ഒരു കപ്പിൾ റിലേഷൻഷിപ്പ് പോലെയാണ്. പുറമേ കാണുമ്പോൾ എല്ലാം ഓക്കെ ആയിരിക്കും, പക്ഷേ മനസ്സിൽ നിങ്ങൾ നല്ലവനല്ല, അല്ലെങ്കിൽ ഞാനിത് അർഹിക്കുന്നില്ല എന്ന ചിന്തയുണ്ടാവും. വർഷങ്ങളായി ഒരുമിച്ചുണ്ടായിട്ടും ഒരു ദിവസം പങ്കാളി ഞാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടും. കാരണം ആ നെഗറ്റീവ് വിശ്വാസങ്ങളാണ് ഈ ബന്ധത്തെ വിഷമയമാക്കിയത്. അതുപോലെയാണ് നിങ്ങളുടെ പണവും. നിങ്ങൾക്ക് പണം നിലനിർത്താൻ കഴിയാത്തതിൻ്റെ കാരണം ഈ നെഗറ്റീവ് ചിന്തകളാണ്. കാരണം ഒരു തലത്തിൽ നിങ്ങൾ ആ പണത്തോട് പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് യഥാർത്ഥ ചോദ്യം. നിങ്ങൾ പണത്തെ നിങ്ങളുടെ പങ്കാളിയെപ്പോലെ സ്നേഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക? ഞാൻ എൻ്റെ കാര്യം പറയാം. ഞാൻ പണത്തെ ഇഷ്ടപ്പെടുന്നു. ഞാൻ അതിനെ അഭിനന്ദിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് നല്ലതും മാത്രം സംസാരിക്കും. ഞാൻ അതിനെ വിലമതിക്കുന്നു. അതിൽ ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല. എൻ്റെ കയ്യിൽ പണമുള്ളപ്പോൾ ഞാൻ ആഘോഷിക്കും. ഞാനിങ്ങനെ പറയും: പണം ഇന്ന് നിന്നെ കാണാൻ എന്തു ഭംഗിയാണ്, നിനക്ക് ഒരുപാട് മൂല്യമുണ്ട്, നിങ്ങളിവിടെ ഉള്ളതിൽ എനിക്ക് സന്തോഷമുണ്ട്, ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. അങ്ങനെയാണ് നിങ്ങൾ കൂടുതൽ പണത്തെ ആകർഷിക്കുന്നത്. അതാണ് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ്. ഇനി നിങ്ങളുടെ മനസ്സിനെ ഒരു പൂന്തോട്ടമായി സങ്കല്പിക്കുക. നിങ്ങളതിനെ പരിപാലിക്കുന്നില്ലെങ്കിൽ കളകൾ എല്ലായിടത്തും വളരും. ആ നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ എപ്പോഴും പറിച്ചെറിയണം. നെഗറ്റിവിറ്റിയെ വെട്ടി മാറ്റണം. കാരണം ഇതാണ് സത്യം. നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ മറ്റുള്ളവർ നിങ്ങളുടെ അനുവാദമില്ലാതെ ഈ ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പണത്തെക്കുറിച്ചുള്ള ഈ ദാരിദ്ര്യത്തിൻ്റെയും നാണക്കേടിൻ്റെയും പേടിയുടെയും എല്ലാം സോഫ്റ്റ്വെയർ അവർ നിങ്ങളുടെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്തു. ആ സോഫ്റ്റ്വെയർ ഇനി അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള സമയമായി. പകരം സമൃദ്ധിയുടെയും നന്ദിയുടെയും സമ്പത്തിനോടുള്ള ബഹുമാനത്തിൻ്റെയും എല്ലാം ചിന്തകൾ കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ അപ്ഗ്രേഡ് ചെയ്യുക. പണവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധമാണ് നിങ്ങളുടെ കയ്യിൽ എത്ര പണം നിലനിൽക്കുമെന്ന് തീരുമാനിക്കുന്നത്. പണത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്ന രീതി മാറ്റുക. പണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറ്റുക. നിങ്ങൾക്ക് പണം നിലനിർത്താനുള്ള അർഹതയുണ്ട്. ആ സത്യം അംഗീകരിച്ച് ഇന്ന് തന്നെ തുടങ്ങുക.